ശരീരവും വസ്ത്രവും സ്കരിക്കുന്ന സ്ഥലവും നരസുകളിൽ നിന്ന് വൃത്തിയാകണമെന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ നരസിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് നരസുകൾ? അത് ചെറിയ രൂപത്തിലൊന്ന് ഓടിച്ച് പോവുകയാണ്. ലഹരി ഉണ്ടാക്കുന്ന നീരായ എല്ലാ വസ്തുക്കളും നരസാക്കാം. കുല്ലു മുസ്കിരിൻ മാഇഇൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന നീരായ എല്ലാ വസ്തുക്കളും നരസാക്കാം. നീരായത് എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം ലഹരി ഉണ്ടാക്കുന്ന കഞ്ചാവ് പോലത്തെ വസ്തുക്കളുണ്ട്. ഇത് നരസാണ് എന്ന് പറയുന്നില്ല. അത് ഉപയോഗിക്കൽ ഹറാമാണ് എന്ന് വേറെ കാര്യം. പക്ഷെ അത് നരസല്ല. അതേസമയം മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്ന ഖംർ, മുന്തിരി അല്ലാത്തതിൽ നിന്നുണ്ടാക്കുന്ന നബീദ്, ഇത് ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളാണെങ്കിൽ, അത് നീരായ വസ്തുക്കളാണെങ്കിൽ അതെല്ലാം നരസാണ്. അത് ഉപയോഗിക്കൽ ഹറാമാണ്. അതിന് പുറമെ ശരീരത്തിലോ വസ്ത്രത്തിലോ സ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടായ നിസ്കാരം സ്വീകാവുകയില്ല. നീരല്ലാത്ത നേരത്തെ പറഞ്ഞ കഞ്ചാവ് അല്ലെങ്കിൽ ഉമ്മത്തുകായ, ഉമ്മത്തുകായ എന്ന് പറഞ്ഞൊരു കായ ഉണ്ടായിരുന്നു, മുള്ളുള്ളൊരു കായ. ആ കായ വെള്ളത്തിൽ 2 ദിവസം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നല്ല ലഹരി ഉണ്ടാവും. അപ്പോൾ ആ ലഹരി ഉള്ള വെള്ളം നരസാവും. അത് ലഹരി ഉണ്ട് എന്ന കാരണത്താൽ മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്ന ചാറാണല്ലോ ഖംർ. അതേസമയം ആ കായ അത് പാനീയമല്ല, അത് നീരായ വസ്തുവല്ല. അതുകൊണ്ട് അത് നരസാണ് എന്ന് പറയുന്നില്ല. ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കൾ നീരായതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഉപയോഗിക്കൽ ഹറാമാണ്. അത് വേറെ വിഷയം. ഏതായിരുന്നാലും ലഹരി ഉണ്ടാക്കുന്ന നീരായ എല്ലാ വസ്തുക്കളും നരസാണ് എന്ന് ഫുഖഹാവ് പറയുന്നു. പിന്നെ ജീവികളിൽ നിന്ന് നരസായ ജീവിയാണ് നായയും പന്നിയും. നമുക്കറിയാം നരസാണ് എന്ന് മാത്രമല്ല, നരസിന്റെ വിഷയത്തിൽ വലിയ ഗൗരവമുള്ള വിഷയമാണ് നായയും പന്നിയും. നായയും പന്നിയും നരസാണ്, ഗൗരവമുള്ള നരസാണ്. അതുപോലെ ശവം നരസാണ്. ശവം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മനുഷ്യൻ്റേത്, ജറാദിൻ്റേത്, വെട്ടുകിളി, മത്സ്യം, അറുക്കപ്പെടാത്ത ജീവിയുടെ വയറ്റിലുള്ള കുട്ടി. അതുപോലെ വേട്ടയാടാൻ പോകുമ്പോൾ നമ്മൾ വേട്ടമൃഗത്തെ അയച്ചിട്ട് ആ വേട്ടമൃഗം പിടിച്ച മൃഗങ്ങളുണ്ടാവും. ഇപ്പം മുഅല്ലമായ നായ, പരിശീലനം നൽകപ്പെട്ട നായ, ആ നായയെ നമ്മൾ ഒരു ജീവിയെ ഉന്നം വെച്ചുകൊണ്ട് അങ്ങ് വിടുകയാണ്. ആ നായ പിടിച്ചു കൊണ്ടുവരുന്നു. പിടിച്ച് നമുക്ക് ചിലപ്പോൾ പക്ഷെ അറുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാലും അത് വേട്ടയാടപ്പെട്ട മൃഗമായതുകൊണ്ട് ആ ശവം നമുക്ക് കഴിക്കാമെന്ന് പറയും. ഇതല്ലാത്ത രൂപത്തിലുള്ള ഏത് ശവവും നരസാണ്. മനുഷ്യനെ കഴിക്കൂല, പക്ഷെ മനുഷ്യനെ നേരത്തെ അല്ലാഹു തആല ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ബോഡി നരസല്ല, ശവം നരസല്ല, ആ മത്സ്യം നരസല്ല. അതുപോലെ അറുക്കപ്പെട്ട ജീവിയുടെ വയറ്റിലുള്ള കുട്ടി അത് നരസല്ല. ജറാദ്, വെട്ടുകിളി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതല്ലാത്ത ഏത് ശവമാണെങ്കിലും ശരി, അതെല്ലാം നരസാണ്. നമ്മുടെ ഈ പള്ളിയിലൊക്കെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നല്ല ലൈറ്റ് കാണുമ്പോൾ ഈ ഈയലുകളൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു ചിറകുണ്ടല്ലോ, ആകെ അതിന് 3-4 മിനിറ്റ് ജീവിക്കാനുള്ള അവസരമുണ്ട്. അതെല്ലാം നരസാണ്. അതിൻ്റെ കൊമ്പ് നരസാണ്. ശരീരത്തിന്റെ ഏത് ഭാഗം, ചെറിയ ജീവിയാണെങ്കിൽ പോലും ശവത്തിന്റെ ചെറിയ അല്പമാണെങ്കിലും അത് നരസാണ്. നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നിഷ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ കാഷ്ടവും മൂത്രവും നരസാണ്. തിന്നുന്ന ജീവിയുടേതാണെങ്കിൽ പോലും നരസാണ്. മദിയ്, വദിയ് ഇത് രണ്ടും നരസാണ്. മദിയ് എന്ന് പറഞ്ഞാൽ പുരുഷനായാലും സ്ത്രീയായാലും വൈകാരികമായി ഉത്തേജനം ഉണ്ടായതിന് ശേഷം പുറപ്പെടുന്ന കൊഴുത്ത ദ്രാവകത്തിനാണ് മദിയ് എന്ന് പറയുന്നത്.
മനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ദ്രിയം പുറപ്പെടുക, അതോടുകൂടെ ഒരു വിഷയം ചെയ്യും. അതിന്റെ മുമ്പായിട്ട് പുറപ്പെടുന്ന ഈ കൊഴുത്ത ദ്രാവകത്തിനാണ് മതി എന്ന് പറയുന്നത്. അത് ജഡ്ഡിയിലോ ശരീരത്തിലോ കാലിലോ വസ്ത്രത്തിലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നജസാണ്, കഴുകണം, വൃത്തിയാക്കണം. അതുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. അതേസമയം മനീയ നജസല്ല, മനീയ നജസല്ല. മനുഷ്യന്റെ മനയും തിന്നപ്പെടുന്ന ഒരു ജീവിയുടെ മനയും നജസല്ല. കാരണം വലക്കത് കർമ്മ ബനി ആദം സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാണ്. ഖുർആൻ പറയാണ് ആദമിന്റെ സത്തയാണ്, അതിന്റെ ബേസാണ് മനീയ ഇന്ദ്രിയം എന്ന് പറയുന്നത്. അതിന്റെ അസാഫലങ്ങളൊക്കെ ഹദീസുകളിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രത്തിൽ മനീയായ വസ്ത്രത്തെ ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നിങ്ങനെ ഉണങ്ങിയതിനു ശേഷം ഒന്നിങ്ങനെ ആക്കുമ്പോൾ അതിന്റെ പൊടിയൊക്കെ പോകും. അങ്ങനെ ഉണങ്ങിയ വസ്ത്രങ്ങൾ റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു എന്ന് കാണാറുണ്ട്. ഇതിനായത് പറയുന്നത് നമുക്ക് ശരീരത്തിൽ നിയമം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ മനീയ നജസല്ല. പക്ഷേ മനീയിന്റെ മുമ്പ് പുറപ്പെടുന്ന മദജലം എന്ന് പറയുന്നത് മലയാളത്തിൽ അത് നജസാണ്. ഇനി വദീ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. വദീ, മനീയ്, മദീയ്, വദീ. വദീ എന്ന് പറഞ്ഞാൽ എന്താ? വദീ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൂത്രമൊഴിച്ചതിന് ശേഷം ചിലപ്പോഴൊക്കെ ഒഴുകുന്ന ഒരു വെളുത്ത ദ്രാവകമാണ് വദീ. അത് നജസാണ്. ചിലപ്പോൾ നല്ല കട്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വഹിച്ചു കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ആരോഗ്യമുള്ള പുരുഷന്മാരിൽ നിന്ന് ഇതുപോലെ സംഭവിക്കാമെന്ന് പറയുന്നത് അതും നജസാണ്. മദീ നജസാണ്, വദീ നജസാണ്. ഒന്ന് ഉദ്ധാരണത്തിന് ശേഷം പുറപ്പെടുന്നതാണ്, മറ്റൊന്ന് മൂത്രിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഭാരമുള്ള വസ്തുക്കളോ ഒക്കെ എടുത്തതിന് ശേഷം പുറപ്പെടുന്ന ദ്രാവകം. അതുപോലെ രക്തം നജസാണ്. അത് ശരീരത്തിലും അതുപോലെ വസ്ത്രത്തിലൊന്നും രക്തമുണ്ടാകാൻ പാടില്ല. പിന്നെ ചെറിയ രൂപത്തിലുള്ളതൊക്കെ ആണെങ്കിൽ മാപ്പ് ചെയ്യപ്പെടും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രക്തം ഒരിക്കലും മറ്റ് വസ്തുക്കളുമായി കൂടിക്കലരാൻ പാടില്ല. അപ്പോൾ അതിന് മാപ്പ് ഉണ്ടാവുകയില്ല. ഉദാഹരണത്തിന് ഇപ്പൊ കൊതുക് കാഷ്ടിച്ചാൽ ഒരു കറുത്ത പുള്ളി ഉണ്ടാവും. ആ കാഷ്ടത്തിന് മാപ്പുണ്ട്, അഫൂ ചെയ്യപ്പെടും, എക്സ്ക്യൂസ്, നജസ് തന്നെയാണ്. പക്ഷെങ്കിലും ഇത് മാപ്പാണ്. പക്ഷെ അതിലേക്ക് കൊതുണ്ടാക്കുന്ന വെള്ളം ചേർന്ന് അതിങ്ങനെ കലർന്നു പോയി എങ്കിൽ പിന്നെ അതിന് മാപ്പാണ്. അതുപോലെ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്ത ആ ഭാഗത്തിന് മാപ്പുണ്ട്. കാരണം അതൊക്കെ അല്പം രക്തമേ ഉള്ളൂ. രക്തം പൊടിയുമ്പോഴേക്ക് നമ്മളവിടെ പഞ്ഞി വെച്ചു പിന്നെ അതെടുത്ത് മാറ്റം ചെയ്തു. അപ്പൊ അത് പറയത്തക്ക വിധത്തിലുള്ള നജസൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിലേക്ക് വേറെ ഏതെങ്കിലും വെള്ളം അല്ലെങ്കിൽ വിയർപ്പിന്റെ കലർന്നിങ്ങനെ പരമ്പര പിന്നെ അതിന് മാപ്പില്ല. ഏതായിരുന്നാലും രക്തം അത് നജസാണ്. അതുപോലെ തന്നെ ജലം നജസാണ്, ചീഞ്ചലം നജസാണ്. ആമാശയത്തിൽ നിന്ന് വരുന്ന ഛർദിയും നജസാണ്. ആമാശയത്തിലേക്ക് എത്തിയ വസ്തു റിട്ടേൺ വരുമ്പോൾ അതിനെ ഛർദിക്കുക നമ്മൾ പറയും. അതിലെ വസ്തുക്കൾ നജസാണ്. ഈ വാഹനത്തിലൊക്കെ പോകുമ്പോൾ മുമ്പിലാണ് ഛർദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സ്പ്രെഡ് ചെയ്ത് ബാക്ക് വരെ വരും. അപ്പൊ നമ്മുടെ വസ്ത്രത്തിലേക്കൊക്കെ തെറിച്ചൊന്ന് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴുകി വൃത്തിയാക്കുക. ആയിട്ടുണ്ടോ ഇല്ലേ എന്റെ സംശയത്തിനൊന്നും പഴുതില്ല. ആയിട്ടുണ്ട്, നോക്കിയാൽ കാണുന്നില്ല, അതിനും കുഴപ്പമില്ല. ബോധ്യപ്പെടുമ്പോൾ അത് പ്രശ്നമാക്കാം. അതുപോലെ തന്നെ ജർറത്തി ബഹീമത്തിൽ മൃഗങ്ങൾ അഴകിറക്കിയത് അത് നജസാണ്. മൃഗങ്ങളൊക്കെ ഒരല്പം കഴുകിയിട്ട് ഭക്ഷിച്ചിട്ട് അത് എവിടെയെങ്കിലുമൊക്കെ ശേഖരിച്ചു വെക്കും. പിന്നെ രാത്രി അതിനെ മടക്കിക്കൊണ്ടുവരും. എന്നിട്ട് നല്ലപോലെ അരച്ച് കുഴമ്പാക്കിയതിന് ശേഷമാണ് പിന്നീട് വീണ്ടും അത്. അപ്പൊ ആമാശയത്തിലേക്ക് എത്തിയ വസ്തു പുറത്തേക്ക് വരുമ്പോൾ അത് നജസാണ്. അതുപോലെ കയ്പ നജസാണ്,
കയ്പ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. എല്ലാ ജീവികളിലും കയ്പ. അത് വിഷമാണ് സാധനം, ഇത് നജസാണ്. അതുപോലെ സുമ്മുൽ ഹവാം, ഇഴജന്തുക്കളുടെ വിഷങ്ങളെല്ലാം നജസാണ്. നേരത്തെ നമ്മൾ ലഹരിയെ പോലെ ഉള്ളൊരു വസ്തുവാണ്. ഇതിനൊക്കെ വലിയ വിലയുണ്ട്. വിഷമുള്ള എല്ലാ വസ്തുക്കളും ഇതുപോലെ നജസാണ്. തേട്, അതുപോലെ തന്നെ പാമ്പ്, ഇഴജന്തുക്കൾ, ഇവകളിൽ നിന്ന് എടുക്കുന്ന വിഷലിപ്തമായ വസ്തുക്കളെല്ലാം നജസാണെന്ന് പറയുന്നത്. ശുദ്ധിയുള്ള ജീവിയുടെയും മനുഷ്യന്റെയും മനിയിൽ ശുദ്ധിയാണ്, അല്ലാത്ത എല്ലാ മനിയും നജസാണ്. അതുപോലെ പാല്, മനുഷ്യന്റേതായാലും തിന്നപ്പെടുന്ന ജീവിയുടേതായാലും അത് ശുദ്ധിയാണ്. അതല്ലാത്ത വേറെ ഏതെങ്കിലും പാലാണ്, പട്ടിയുടെ പാലാണ്, പന്നിയുടെ പാലാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തിന്നാത്ത ജീവികളുടെ പാലുണ്ട്, അതെല്ലാം നജസാണ്. തിന്നപ്പെടുന്ന ജീവിയുടെ പാലും മനുഷ്യന്റെ പാലും ശുദ്ധിയാണ്. അതുപോലെ കഫം, അത് ശുദ്ധിയാണ്, അത് നജസല്ല. പക്ഷെ ആമാശയത്തിൽ നിന്ന് ഒഴുകുന്നതാണ് എന്നറിഞ്ഞാൽ അത് നജസാണ്. ശരീരത്തിൽ നിന്ന് വേർപിരിയുന്ന അവയവങ്ങൾ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ജീവിയിലേക്ക് നോക്കിയിട്ടാണ്. തിന്നപ്പെടുന്ന ജീവിയിൽ നിന്ന് വേർപിരിഞ്ഞ അവയവമാണെങ്കിൽ അത് ശുദ്ധിയാണ്. ഉദാഹരണത്തിന് ഒരു ആട് ആക്സിഡന്റിൽ പെട്ടിട്ട് കാലിന്റെ കുറകങ്ങ് പോയി, അവിടെ അതിനെ നമുക്കിനി കഴിക്കണമെങ്കിൽ ഈ സാധനം അറുക്കണം, അത് വേറെ കാര്യം, അല്ലാതെ നമുക്കത് കഴിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത് ശുദ്ധിയുള്ള ഒരു ജീവിയുടെ ഭാഗമായതുകൊണ്ട് അത് നമ്മൾ ശുദ്ധിയുള്ളതാണ് എന്ന് പറയുന്നത്. അതേസമയം ജീവൻ ശുദ്ധിയില്ലാത്ത, അറുക്കപ്പെട്ടാലും കഴിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു ജീവിയിൽ നിന്ന് വേർപിരിഞ്ഞ വസ്തുവാണെങ്കിൽ അത് നജസാണ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് കോഴിയുടെ തൂവല്, അത് അറുക്കപ്പെട്ടാൽ നമുക്ക് തിന്നാൻ പറ്റുന്ന ജീവിയാണ്. അതുകൊണ്ട് ആ കോഴിയുടെ ഹയാത്തിന്, ജീവിതകാലത്ത് വേർപിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ അത് ശുദ്ധിയാണ്. അതുപോലെ അറുക്കപ്പെട്ടതിന് ശേഷം വേർപിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ അത് ശുദ്ധിയാണ്. അതേസമയം ചത്ത കോഴി, ആ കോഴിയുടെ തൂവല് അത് നജസാണ്, കാരണം അത് ശവമായി പോയി. ജീവിതകാലത്ത് വേർപിരിഞ്ഞ കോഴിത്തൂവൽ അത് ശുദ്ധിയാണ്, കാരണം അത് ഹയാത്തുള്ള കാലത്ത് ശുദ്ധമായ, അല്ലെങ്കിൽ അർത്താൽ ഭക്ഷിക്കാവുന്ന ഒരു ജീവിയിൽ നിന്ന് വേർപിരിഞ്ഞതാണ്. അതേസമയം അറുക്കപ്പെട്ടാൽ തിന്നാൻ കഴിയില്ല, പാടില്ല. ഉദാഹരണം നമ്മുടെ കാക്ക പോലെ, അല്ലെങ്കിൽ തത്ത പോലെ, ഇതൊന്നും നമ്മൾ അറുക്കുന്ന ജീവിയല്ല. ആ ജീവിയുടെ ഹയാത്തിലോ അല്ലെങ്കിൽ അതിന്റെ മമാത്തിലോ വേർപിരിഞ്ഞ തൂവല് നജസാണ്. ചില വീടുകളിലൊക്കെ മയിലിന്റെ പീലി ഉണ്ടാവും, മയിൽപീലി. മയിലിനെ നമ്മൾ ആരും തിന്നാറില്ല. ശാഫിഈ മദ്ഹബ് പ്രകാരം മയിൽ തിന്നൂല. അപ്പോ ഈ മയിൽപീലി എന്ന് പറയുന്നത് സംഗതി നജസാണ്. ഞാനിത് പറയാൻ ശാഫിഈ മദ്ഹബ് പ്രത്യേകം പറയാൻ കാരണം, നിങ്ങൾ മറ്റേതെങ്കിലും അതർ സംസ്ഥാനങ്ങളിൽ പോയി കിബറുകളിലേക്ക് ചെന്നാൽ ഈ മയിൽപീലി കൊണ്ടാണ് ഒരു അനുഗ്രഹം തരുന്നത്. ഒരു കെട്ട് മയിൽപീലി ഉണ്ടാവില്ല, അതിങ്ങനെ മക്കാമെന്ന് എടുത്ത് വെച്ചാൽ ഞാനിങ്ങനെ ഒരു വീശലാണ്. വൈദ്യക്കാരന് അവരുടെ മദ്ഹബ് പ്രകാരം പ്രശ്നമല്ല. അതേസമയം നമ്മുടെ ശാഫിഈ മദ്ഹബ് പ്രകാരം മയില് എന്ന് പറയുന്നത് അറുക്കുന്ന ജീവിയല്ല. അതുകൊണ്ട് അതിന്റെ ഹയാത്ത് കാലത്തിലോ അതിന്റെ മരണത്തിന് ശേഷം വേർപിരിഞ്ഞ തൂവൽ, മയിൽപീലി അത് നജസാണ്. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നനവില്ലാത്ത സമയത്ത് നമുക്കത് തൊടുകയൊക്കെ ചെയ്യാം, അത് വിഷയമുള്ള കാര്യമല്ല. നനവില്ലാത്ത സമയത്ത്, നനവുണ്ടാകുമ്പോൾ അത് പ്രശ്നമാണ്. നനവുണ്ടെങ്കിലും ഇല്ലെങ്കിലും വസ്ത്രത്തിലോ ശരീരത്തിലോ ഒക്കെ ചുമക്കൽ അത് പ്രശ്നമാണ്. നജസായ ഒരു വസ്തുവായതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി വെക്കുന്നതിലൊന്നും പ്രത്യേക തർക്കത്തൊന്നും ഇല്ലതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ അമലുകൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം മാറാവട്ടെ. അല്ലാഹുവേ, ഈ പ്രഭാതത്തിന്റെ ഈ പള്ളിയുടെ ഈ സമയത്തിന്റെ അനുഗ്രഹ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഈമാൻ സലാമത്താവുന്ന മരണം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളുടെയും അർവാഹുകളിലേക്ക് ഈ മഹനീയ സദസ്സിന്റെ മഹത്വവും പ്രതിഫലവും എത്തിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ വിശാലമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ